3 ദിവസം കൊണ്ട് ഇറാനെ തോൽപ്പിക്കുമെന്ന് വെല്ലുവിളിച്ച ട്രംപും അമേരിക്കൻ ഭരണകൂടവും ഇപ്പോൾ നട്ടം തിരിയുകയാണ്. ഇറാൻ ശരിക്കും അടിക്കുന്നുണ്ട് തിരിച്ച്. അമേരിക്ക ആണെങ്കിൽ മുട്ടുമടക്കുന്ന അവസ്ഥയായി. യുദ്ധമുഖത്ത് ഇപ്പോൾ എന്താണ് സംഭവിക്കുന്നത്? 4 ദിവസം കൊണ്ടായിരുന്നു പാകിസ്ഥാനെ ഇന്ത്യ ആക്രമിച്ച് തോൽപ്പിച്ചത്, ഓപ്പറേഷൻ സിന്ദൂറിൽ. ട്രംപിന് അതിനൊക്കെ ഒരു ദിവസം മുമ്പ് തീർക്കണമായിരുന്നു. എന്നാലും ട്രംപ് പറഞ്ഞു 100 മണിക്കൂർ കൊണ്ട് തീർക്കും എന്നൊക്കെ പറഞ്ഞു. എങ്കിലും 3 ദിവസമായിരുന്നു മേപ്പടിയാൻ്റെ മനസ്സിലുണ്ടായിരുന്നത്. പക്ഷേ എന്ത് പറ്റിയെന്ന് ചോദിച്ചാൽ 3 അല്ല 300 ദിവസമായിട്ട് ഇത് തീരത്തില്ലെന്നായി. അതായത് അമേരിക്ക പെട്ടു. ഈ പണ്ടത്തെ ഒരു സിനിമയുടെ പേരാ ഓർമ്മ തന്നെ, നായര് പിടിച്ച പുലിവാലെന്ന് പറയും. അതായത് ഒരു പുലി വെറുതെ ഒരിടത്ത് കിടക്കുകയായിരുന്നു. എന്നാൽ പിന്നെ വലിച്ചു പിടിച്ചേക്കാൻ മുഴുവൻ ഒരാൾ ഇതേ പിടിച്ചു. അവസാനം ഒരു മരത്തെ ചുറ്റിയിട്ട് പുലി ഒരു വശത്തേക്കും നായര് വേറൊരിടത്തേക്കും. പിടി വിട്ടാൽ പണി തീരും. ഇതാണ് അവസ്ഥ. അതിനേക്കാൾ കഷ്ടമാണ് ഇപ്പോൾ ട്രംപിൻ്റെ അവസ്ഥ. ട്രംപിന് പിടി വിടണം എന്ന് ആഗ്രഹമുണ്ട്, പിടി വിട്ടും നോക്കണ്ട്, ഒന്നും നടക്കണില്ല. ഇറാൻ അവിടെ അമ്പിനും വില്ലും എടുക്കണില്ല. ഇത്രയും നാളും ഇറാൻ്റെ ഭാഗത്തുനിന്ന് ഇറാൻ കുറച്ച് മര്യാദയായിട്ട് ഒരു ധർമ്മയുദ്ധത്തിൻ്റെ രീതിയിലാണ് ഇറാൻ മുന്നോട്ട് പോരുന്നത്. നമുക്കറിയാം, ഒരടി ഇറാന് കിട്ടുന്നു, ഇറാൻ തിരിച്ചടിക്കുന്നു. ഇതാണ് ഉണ്ടായത്. ഇറാന് തിരിച്ചടിക്കാൻ ശേഷിയില്ല, ഇറാൻ്റെ മിസൈലുകൾ തകർന്നു, ഇറാനെ കൊണ്ടൊന്നും പറ്റുന്നില്ല എന്നൊക്കെ ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ട്രംപ് പറയും. പക്ഷേ 5-6 ദിവസം കഴിയുമ്പം എന്തടിയാണ് US മേടിച്ചെന്നുള്ളതിൻ്റെ പൂർണ്ണ വിവരം വെളി വന്ന് കഴിയുമ്പോഴാണ് ഇത്ര വിമാനം പോയി, ഇത്ര ബേസിന് അടി കിട്ടി, ഇത്ര പ്രദേശത്ത് പ്രശ്നമുണ്ടായി, ഇന്ന പട്ടാളക്കാരെ ഹോട്ടലിലേക്ക് മാറ്റി എന്നൊക്കെ പറഞ്ഞിട്ട് ന്യൂസ് കാണുന്നത്. ഇതിങ്ങനെ അടിക്ക് തിരിച്ചടി എന്ന് പറഞ്ഞിട്ട് പോയിരിക്കുകയായിരുന്നു. പക്ഷേ കുറച്ച് ദിവസം മുമ്പ് ഇറാൻ പറഞ്ഞു 2 ദിവസമായിട്ട് അവിടുന്ന് മിസൈലൊന്നും വരുന്നില്ല, അതുകൊണ്ട് ഞങ്ങളൊന്ന് തൽക്കാലം നിർത്തുക എന്ന് പറഞ്ഞതിന് ശേഷം ഇറാൻ ചെയ്തത് എന്നാ പറയും, ഒടുക്കത്തെ അടിയെ കൊടുത്തേ. അതിന് കാരണം ഉണ്ടായോ എന്ന് വെച്ചാൽ ഉണ്ടായി. കാരണം ഇങ്ങനെ ഇറാൻ എന്ന് മര്യാദയായിട്ട് നിന്ന സമയത്താണ് സൗദി അറേബ്യ US കൂടി ഇറാഖിലുള്ള ഇറാൻ അനുകൂലികളായിട്ടുള്ള ആൾക്കാർ, ഇറാൻ്റെ അനുകൂലിയായിട്ടുള്ള ഇറാനിയൻ സപ്പോർട്ടിംഗ് മിലിഷ്യ എന്നൊക്കെ വിളിക്കുന്ന ചില പ്രോക്സി ഗ്രൂപ്പുകൾ എന്ന് വേണം പറയാം. ഈ പ്രോക്സി ഗ്രൂപ്പുകൾ എന്നുള്ള പദം കറക്റ്റാണ്. എന്ന് പറഞ്ഞാൽ ഇറാന് വേണ്ടി പ്രവർത്തിക്കുന്ന ഇറാൻ്റെ പ്രോക്സി ആൾപ്പേര് എന്നാണ് അതിൻ്റെ മലയാള പദം. പ്രതിനിധി അല്ലെ പ്രതിപുരുഷൻ എന്നൊക്കെ പറയും. ഒരു യഥാർത്ഥ പ്രതിനിധിയല്ല, കപട പ്രതിപുരുഷൻ. കാരണം അംബാസഡേഴ്സ് ഒന്നും അല്ലല്ലോ, നേരിട്ടുള്ള സഹായിക്കുന്ന സൈന്യമല്ലോ. ഇറാന് വേണ്ടി യുദ്ധം ചെയ്യുന്ന പല ഗ്രൂപ്പുകൾ ഇന്ന് മധ്യേഷ്യയിലുണ്ട്. അതിൽ ഒരു ഗ്രൂപ്പ് ഇറാഖിലാണുള്ളത്. വേറൊരു ഗ്രൂപ്പ് എന്ന് പറയുന്നത് നമ്മുടെ ഹമാസ് തന്നെയാണ് ശരിക്കും പറഞ്ഞാൽ. പിന്നെ മറ്റൊരു ഗ്രൂപ്പ് ഹിസ്ബുള്ളയാണ്. വേറൊരു ഗ്രൂപ്പ് ഹൂതിയാണ്. ഇതിനകത്ത് ഹൂതി, ഹിസ്ബുള്ള, ഹമാസ് ഈ 3 പേരുടെ കാര്യം മാത്രമേ പൊതുവിൽ ലോകത്തിനറിയാവുള്ളൂ. പക്ഷേ ഒരു കൂട്ടം ആൾക്കാർ, അതായത് പല ഗ്രൂപ്പുകൾ യഥാർത്ഥത്തിൽ ഇവിടെ ഇറാഖിലുണ്ട്. ഇതെങ്ങനെ ഇറാഖിൽ ഇവരുണ്ടായി എന്ന് ചോദിച്ചാൽ, അത് പണ്ടത്തെ ഇറാഖി സൈന്യത്തിലുണ്ടായിരുന്ന ആൾക്കാരുണ്ട്, IS ആൾക്കാരുണ്ട്, IS വിമതന്മാരുണ്ട്, ഇങ്ങനെ പല ഗ്രൂപ്പുകൾ. ഇതെങ്ങനെ സംഭവിച്ചു എന്ന് വെച്ചാൽ, ഈ ഇറാന് മുമ്പൊരു ജനറൽ ഉണ്ടായിരുന്നു, അദ്ദേഹം കൊല്ലപ്പെട്ടു പോയി. കാസിം സുലൈമാനി എന്നാണ് പേര്. ട്രംപിൻ്റെ 1ാം ടൈമിൽ, അതായത് ഈ 2017 സമയത്ത് ട്രംപ് അധികാരത്തിലുണ്ടായിരുന്നല്ലോ, ആ കാലഘട്ടത്തിൽ ഇറാനെ നേരിട്ട് ആക്രമിക്കുകയല്ല ഇത്. കാരണം അതിന് പകരം ആരാണോ ഇറാൻ്റെ സൈനിക തന്ത്രത്തിൻ്റെ ന്യൂക്ലിയസ്, മാസ്റ്റർ മൈൻഡ്, അങ്ങനത്തെ ഒരു വ്യക്തി, ആ ആളെ കണ്ടുപിടിച്ച് അയാളെ കൊല്ലുക എന്നുള്ളതാണ്. അതിനുശേഷം പിന്നെ കുറച്ച് നാളത്തേക്ക്, അടുത്ത 2 വർഷത്തേക്ക് ഇറാൻ്റെ എല്ലാ സൈനിക തന്ത്രങ്ങളും താളം തെറ്റി. അതുവരെ ഇന്ത്യയുടെ ഒപ്പം ഉണ്ടായിരുന്ന ഇറാൻ പിന്നീട് പതുക്കെ കളം മാറ്റി ചൈനീസ് പക്ഷത്തേക്ക് പോകാൻ തുടങ്ങി, പാകിസ്ഥാനായിട്ട് അടുത്തു. ഇങ്ങനെ പല കാര്യങ്ങളും ഉണ്ടാകുന്നത് കാസിം സുലൈമാനി കൊല്ലപ്പെട്ടപ്പോഴാണ്. അന്ന് തന്നെ സോഷ്യൽ മീഡിയ ഞാൻ എഴുതുമായിരുന്നു, വമ്പൻ അബദ്ധമാണ് ട്രംപ് കാണിച്ചത്, അത് ഇന്ത്യയെ സംബന്ധിച്ച് നഷ്ടമാണെന്ന് എഴുതി. അതിന് കാരണം എന്താണെന്ന് വെച്ചാൽ, ഇന്ത്യയായിട്ട് മികച്ചൊരു സൈനിക ബന്ധം, രഹസ്യമായിട്ടാണ്, പരസ്യമായിട്ടല്ല, സൈനിക ബന്ധം കാത്തു സൂക്ഷിക്കുകയും ഇന്ത്യയായിട്ട് ഓയിൽ ട്രേഡ് മുന്നോട്ട് കൊണ്ടുപോയിട്ട് ഇന്ത്യയിൽ നിന്ന് പണം വാങ്ങുക. അത് പണം കിട്ടാനുള്ള സാഹചര്യം ഇല്ലെങ്കിൽ, ഡോളർ കൊടുക്കാൻ നമുക്ക് പറ്റുന്നില്ല എങ്കിൽ അതിന് പകരമായിട്ട് സാധനങ്ങൾ വാങ്ങുക. അത് ഗോതമ്പുണ്ട്, മരുന്നുകളുണ്ട്, ഈവൻ ആയുധഭാഗങ്ങൾ പോലും ഉണ്ട്. ഇതൊക്കെ ആയിട്ട് നല്ലൊരു ബന്ധം നിലനിർത്തിക്കൊണ്ടുപോയി. ഇന്ത്യയായിട്ട് ഊഷ്മളമായ ബന്ധം നിലനിർത്താൻ കാസിം സുലൈമാനിയുടെ സൈനിക തന്ത്രങ്ങൾ സഹായിക്കണ്ടായിരുന്നു. കാരണം തൊട്ടടുത്ത് കിടക്കാൻ പാകിസ്ഥാനെ വിശ്വസിക്കാൻ കൊള്ളില്ലെന്ന് അദ്ദേഹത്തിന് അറിയായിരുന്നു. പാകിസ്ഥാൻ അമേരിക്കയുടെ സ്വന്തം സഹചാരിയാണ്. ഒരു തരത്തിലും പാകിസ്ഥാനെ വിശ്വസിക്കാൻ ഇറാനും പറ്റില്ല, ഇന്ത്യക്കും പറ്റില്ല. അപ്പം പാകിസ്ഥാനാണെങ്കിലോ, ഞങ്ങൾ അമേരിക്കയെ വിട്ടു, ഞങ്ങളിപ്പോൾ ചൈനയുടെ ഒപ്പമാണ് എന്നൊക്കെയുള്ള ഭാവം കാണിക്കുന്നുണ്ടെങ്കിലും യഥാർത്ഥത്തിൽ പാകിസ്ഥാൻ അമേരിക്കയുടെ ഒപ്പം തന്നെയായിരുന്നു. അതൊരു കാപട്യമാണെന്ന് കാസിം സുലൈമാനിക്ക് അറിയാമായിരുന്നു. അപ്പം അദ്ദേഹത്തിൻ്റെ മരണശേഷമാണ് പല തന്ത്രങ്ങളും തെറ്റിയത്. പക്ഷേ ഈ കാസിം സുലൈമാനി ചെയ്തതെന്താണെന്ന് ചോദിച്ചാൽ, അദ്ദേഹമാണ് പല പ്രോക്സി ഗ്രൂപ്പുകളെ സംഘടിപ്പിച്ചത്. അതിലേറ്റവും മികച്ച ഒരു വിജയം എന്ന് പറയുന്നത്, സിറിയ, ഇറാഖ് പോലുള്ള സ്ഥലങ്ങളിൽ ഇറാന് വേണ്ടിയിട്ട് പ്രോക്സി ഗ്രൂപ്പുകൾ ഉണ്ടാക്കി. എന്ന് വെച്ചാൽ അമേരിക്ക യുദ്ധം ചെയ്യുന്ന ഒറ്റ വാർ ഫ്രണ്ടിലല്ല. നമ്മൾ നോക്കും, ഒരു അമേരിക്ക ഇറാനും യുദ്ധം നടക്കുന്നു, അമേരിക്ക ഇറാനെ അറ്റാക്ക് ചെയ്യുന്നു, തിരിച്ച് ഇറാൻ കുറച്ച് മിസൈലുകൾ അങ്ങോട്ട് അയക്കുന്നു, ഡ്രോണുകൾ അയക്കുന്നു. അത് ചിലപ്പം വളരെ ക്വാളിറ്റി കുറഞ്ഞ ലോ ക്ലാസ് മിസൈൽ ഇട്ടിട്ട് ICBM വരെ അയക്കുന്നുണ്ട്. അങ്ങനെയെങ്കിൽ
അമേരിക്കയ്ക്ക് ചുറ്റുമല്ല അവരുടേതായിട്ടുള്ള പല സൈന്യത്താവളങ്ങളുണ്ട്. കടലിൽ അവരുടെ കപ്പലുകൾ പല ദിശ കിടപ്പുണ്ട്. ഇവിടെ നിന്നല്ല ഇറാനെ മാത്രം നോക്കി അറ്റാക്ക് ചെയ്താൽ മതി. പക്ഷെ അങ്ങനെയല്ല നടക്കുന്നത്. അമേരിക്കയുടെ ഭാഗത്തേക്ക് പല ഭാഗത്തുനിന്ന് ആക്രമണം വരുന്നുണ്ട്. അത് ഈ പ്രോക്സി ഗ്രൂപ്പുകളാണ്. ഇപ്പോൾ ഒന്ന് നമ്മൾ ആലോചിച്ച് നോക്കൂ. ഹോർമുസ് കടലിടുക്ക് അടഞ്ഞു കഴിഞ്ഞു. ഇറാൻ അനുവദിക്കുന്ന ഷിപ്പുകൾ മാത്രമേ പുറത്തേക്ക് പോവുള്ളൂ. ഇറാൻ എന്ന് പറഞ്ഞു ഞങ്ങൾ അനുവദിക്കുന്നത് പുറത്തേക്ക് പോകും, അത്രമാത്രം. ഇന്ത്യയുടെ ഷിപ്സ് ഒന്നും അവർക്ക് കുഴപ്പമൊന്നുമില്ല. പിന്നെ പാകിസ്ഥാനുമായിട്ട് നയതന്ത്ര ബന്ധങ്ങൾ ഇപ്പോൾ കുറച്ച് ഭേദം വന്നുകൊണ്ടുണ്ട്. പാകിസ്ഥാൻ്റെയും വിടും. ഇറാഖിൻ്റെ ഷിപ്പുകൾ അവർ അനുവദിക്കും, ചൈനയ്ക്ക് വേണ്ടി അനുവദിക്കും. ചുരുക്കി പറഞ്ഞാൽ 4-5 രാജ്യങ്ങളുടെ ഷിപ്പുകൾക്ക് മാത്രമേ അവിടെ പോകാൻ അവർ സമ്മതിക്കുകയുള്ളൂ. അത് ഫ്രീ ആയിട്ട്. അല്ലാത്തവർ പോകാം, പക്ഷേ പൈസ കൊടുക്കണം. എന്നിട്ട് ഇറാൻ ഒരു കപ്പൽ ചാലി കാണിച്ചു കൊടുക്കും. ആ ചാലി കൂടെ മാത്രം പോവുക. ഇല്ലെങ്കിൽ അവിടെ വാട്ടർ മെയിൻസ് കിടപ്പുണ്ട്, അത് പൊട്ടും. ഈ വാട്ടർ മെയിൻസ് പൊട്ടും എന്നുള്ളതുകൊണ്ട് പൊട്ടുകയും ചെയ്തു. അമേരിക്ക കാണിച്ച് വഴിക്കൊണ്ട് ഒരു കപ്പൽ പോയി, വാട്ടർ മെയിൻ അടിച്ചു, പൊട്ടിത്തെറിച്ചു, തീ പിടിച്ചു. ചുരുക്കി പറഞ്ഞാൽ ലോകരാജ്യങ്ങൾക്ക് അമേരിക്കയെ വിശ്വസിച്ച് ഹോർമൂസിൽ കൂടെ കപ്പൽ ഓടിക്കാൻ പറ്റൂല. ഇറാൻ പറയുന്നത് കേട്ട് ഇറാൻ്റെ IRGC കാണിച്ചു കൊടുക്കുന്ന വഴിക്കൂടെ മാത്രമേ പോകാൻ പറ്റുള്ളൂ. അവർ പറയാണ് ഞങ്ങൾക്ക് അവിടെ ഒരു ടോൾ ഫീ ഉണ്ട്, അടച്ചിട്ട് പോക്കൂ എന്ന് പറഞ്ഞാൽ നമ്മൾ ഈ പാരിയേക്കര ടോൾ ബൂത്തിൽ ടോൾ അടയ്ക്കണോ, അല്ല അവർ ടോൾ അടച്ചോണം. അത് അടയ്ക്കുന്നത് ക്രിപ്റ്റോ കറൻസി ആയിട്ടാണെന്ന് മാത്രമേ ഉള്ളൂ. നമ്മളവിടെ ചെന്ന് കാർഡ് കാണിച്ചോ അല്ലെങ്കിൽ അവിടെ ചെന്ന് നമ്മുടെ ഫാസ്റ്റാഗിൽ നിന്ന് കട്ട് ചെയ്തോ പോകണം, അല്ല എന്ന് മാത്രം. അവർ ടോൾ അടയ്ക്കണം, പോകണം. ചുരുക്കി പറഞ്ഞാൽ അമേരിക്കയെ വിശ്വസിച്ചുകൊണ്ട് ഹോർമൂസിൽ കൂടെ കപ്പൽ പോകത്തില്ല. അതവിടെ നിൽക്കട്ടെ. അപ്പം സൗദി അറേബ്യ എന്ന രാജ്യമുണ്ടല്ലോ, ഹോർമൂസ് അടഞ്ഞാൽ അവർക്ക് പ്രശ്നമല്ല. കാരണം അവർക്ക് ബാബൽ മന്ദബ് വഴി ഷിപ്പ് വിടാൻ പറ്റും. അത് സൂയസ് കനാലിൽ നിന്നുള്ള പാതയാണ്. അങ്ങനത്തെ പാത ചെങ്കടലുമായിട്ട് കണക്ട് ചെയ്തൊരു പാത കിടപ്പുണ്ട്. അറബിക്കടലിലേക്ക് അങ്ങനെ കപ്പൽ വരാം. അങ്ങനെ പോകുന്ന ആ പാതയിലേക്ക് ഇറാൻ അവിടെയും കണ്ടുവച്ചു. കാരണം ഹൂതി വിമത പോരാളികൾക്ക് അവിടെ ആക്രമണം നടത്താൻ പറ്റും. അവർ പതിയെ അവിടെ കൺട്രോൾ പിടിക്കാൻ തുടങ്ങി. കാരണം ഇറാൻ പ്രശ്നത്തിലാണ്. ഇറാനെ അങ്ങനെ പൂട്ടിയിട്ടിട്ട് ലോകത്ത് ബാക്കിയുള്ളവർ മുന്നോട്ട് പോകേണ്ടെന്നൊരു തീരുമാനം ഇറാൻ എടുത്തു. അങ്ങനെ ഒരു രാജ്യത്തെ മാത്രമായിട്ട് ചെയ്യാൻ പറ്റത്തില്ലല്ലോ. ഇന്ത്യ പോലുള്ള രാജ്യങ്ങൾക്ക് ഇറാൻ ഫേവറിംഗ് ആണ്. പക്ഷേ അമേരിക്കയോടൊപ്പം നിൽക്കുന്ന രാജ്യങ്ങൾക്ക് ഫേവറിംഗ് കണ്ട ആവശ്യമില്ല. പ്രത്യേകിച്ച് സൗദിക്ക്. കാരണം സൗദിയിലും അമേരിക്കൻ വ്യോമത്താവളങ്ങളുണ്ട്. അവിടുന്നും വന്ന് ആക്രമണം നടക്കുന്നുണ്ട്. അങ്ങനെയൊക്കെയുള്ള സ്ഥിതിക്ക് എങ്ങനെയാണ് അമേരിക്കയുടെ ഒപ്പം നിൽക്കുന്ന, അമേരിക്ക ഫേവർ ചെയ്യുന്ന രാജ്യത്തിന് ഗുണം കിട്ടുന്നത് ഇറാന് നിൽക്കാൻ പറ്റുക? അപ്പോൾ സൗദിക്ക് ഒരു സമ്മർദ്ദം കൊടുക്കണം. അങ്ങനെ ഹൂതി വിമതർ വഴി സമ്മർദ്ദം കൊടുത്തു. ഇടയ്ക്ക് അവർ സൗദി അറാംകോയുടെ പ്ലാന്റുകൾ ആക്രമിക്കുകയും ചെയ്തു. അതോടുകൂടി സൗദിക്ക് ആ പ്രശ്നമായി. സൗദിയിലേക്കുള്ള ആക്രമണം കൂടുതൽ വരുന്നത് ഇറാഖിലുള്ള മിലിഷ്യയുടെ ഭാഗത്തു നിന്നാണ്. ഇറാൻ അനുകൂല മിലിഷ്യ ഇറാഖിലെ ഭാഗത്തുനിന്ന് സൗദി ആക്രമിക്കുന്നു. അങ്ങനെ സൗദിയും അമേരിക്കയും കൂടെ ഒരുമിച്ച് ഇറാഖിൽ ആക്രമണം നടത്തി. അപ്പോൾ നമ്മളൊന്ന് ആലോചിച്ച് നോക്കണം, എത്ര രാജ്യങ്ങൾ. നമ്മൾ കഴിഞ്ഞൊരു വീഡിയോ പറഞ്ഞിരുന്നു, ഇത് വെറും 3 രാജ്യങ്ങളിൽ മാത്രം നടക്കുന്നൊരു യുദ്ധമല്ല. ഇസ്രായേൽ, അമേരിക്ക, ഇറാൻ എന്ന 3 രാജ്യങ്ങൾക്കൊപ്പം GCCയിൽ 6 രാജ്യങ്ങളുണ്ട്. അതുകൊണ്ട് ഇറാഖ് വിട്ടുകഴിഞ്ഞു, സിറിയ വിട്ടുകഴിഞ്ഞു, ലെബനൻ വിട്ടുകഴിഞ്ഞു, ഒമാൻ വിട്ടുകഴിഞ്ഞു. കാരണം ഒമാനിലുള്ള അമേരിക്കൻ റഡാറുകളെ ഇറാൻ ആക്രമിച്ചു. ജോർദാൻ വിട്ടുകഴിഞ്ഞു. ജോർദാനിലാണ് അവസാനം ഉള്ള ശക്തമായ ആക്രമണം നടന്നത്. അപ്പോൾ ചുരുക്കി പറഞ്ഞാൽ ഗൾഫ് മേഖലയിൽ ഓൾമോസ്റ്റ് എല്ലാം കഴിഞ്ഞിട്ട് ഈജിപ്തിലെ അമേരിക്കൻ താവളം വരെ ഇറാൻ ആക്രമിച്ചു. അപ്പോൾ എത്രയായി? 3 ഭൂഖണ്ഡങ്ങളിലായി. 3 ഭൂഖണ്ഡം എന്ന് വെച്ചാൽ ഈ പറഞ്ഞ ഇസ്രായേൽ, ഇറാൻ എല്ലാം കിടക്കുന്ന ഏഷ്യൻ മേഖലയിലാണ്. ഈജിപ്റ്റ് വരുന്നതോടുകൂടി ആഫ്രിക്ക ഭൂഖണ്ഡത്തിൻ്റെ ഭാഗമാണ് ഈജിപ്റ്റ്. എന്നാൽ യൂറോപ്പും കൂടി ഇതിൻ്റെ ഭാഗമാകുന്നു. എന്തുകൊണ്ട്? കാരണം യുക്രൈൻ കാസ്പിയൻ കടലിൽ പോയ ഇറാനിയൻ കപ്പലിനെ ആക്രമിച്ചു. അങ്ങനെ യൂറോപ്യൻ മേഖലയും കൂടെ ഇതിൻ്റെ ഒറ്റ യുദ്ധത്തിൻ്റെ ഭാഗമായിട്ട് 3 ഭൂഖണ്ഡങ്ങൾ മാറുന്ന കാഴ്ചയാണിത്. ലോകത്തെല്ലാവരും ഇതിൻ്റെ വിഷം അനുഭവിക്കുന്നു. അപ്പോൾ ഇറാഖിലെ താവളങ്ങൾ, ഇറാഖിലെ പ്രോക്സികളെ ആക്രമിച്ചുകൂടി ഇറാൻ സ്വരം മാറ്റി. ഇറാൻ ഇതുവരെയുള്ള ധർമ്മയുദ്ധം നിർത്തി. ഇനി ഞങ്ങൾ അടിക്ക് തിരിച്ചടി എന്നുള്ളതല്ല. ഇതുവരെ അമേരിക്ക ചെയ്തത് അടിക്കുന്നു, ഇറാൻ തിരിച്ചടിക്കുന്നു. എന്നിട്ട് കരാറുണ്ടാക്കാമെന്ന് അമേരിക്ക പറയുന്നു. ഇറാൻ ഇത് വിശ്വസിക്കുന്നു, യുദ്ധം നിർത്തുന്നു, വീണ്ടും അടി വരുന്നു, തിരിച്ചടിക്കേണ്ടി വരുന്നു. ഇത് ഏതാണ്ട് 3 തവണ ആവർത്തിക്കപ്പെട്ടു. അതിൽ ഒരു തവണ എന്ന് പറഞ്ഞാൽ വ്യക്തമായിട്ട് കരാർ സ്വിറ്റ്സർലൻഡിൽ ഒപ്പിട്ടതിന് ശേഷമാണ് അമേരിക്ക വീണ്ടും വാക്കുവ്യത്യാസം കാണിച്ചത്. അന്ന് ഇറാൻ്റെ കാര്യം പറഞ്ഞു. ട്രംപ് തരുന്ന ഉറപ്പിന് ആ ഒപ്പിടുന്ന കടലാസിൻ്റെ പോലും വിലയില്ലാതെ ഇറാൻ അത് പച്ചയ്ക്ക് പറഞ്ഞു. സിറ്റുവേഷൻ ഇത്ര ആയതോടുകൂടി ഇറാൻ തീരുമാനം മാറ്റി. അവർ ഇത്ര നാൾ ക്ഷമിച്ചു. ഓക്കെ, അടി വന്നാൽ തിരിച്ചടിക്കുക. ഇനി അവർ നിശ്ചയിച്ചേക്കുന്നത് അങ്ങനെ നോക്കാനില്ല, ശരിക്കും അടി കൊടുക്കുക. അങ്ങനെ ഒരു അടിയാണ് ജോർദാനിൽ കൊടുത്തത്. ട്രംപ് പറഞ്ഞു ഞങ്ങൾ തൽക്കാലം ഇതൊക്കെ നിർത്തുകയാണ്, ഒന്ന് ഒതുങ്ങുകയാണ് എന്നുള്ള മട്ടൊക്കെ കാണിച്ചു. എന്ന് പറഞ്ഞാൽ 2 ദിവസം ഒരു അടിയില്ല. അപ്പോൾ ഇറാനും പറഞ്ഞു കുഴപ്പമൊന്നുമില്ല, അടി വരാണ്ട് ഞങ്ങൾ ഇനി തിരിച്ചടിക്കുന്നില്ല. അപ്പോൾ ലോകം സമാധാനത്തിലേക്ക് പോവുകയാണോ എന്ന് തോന്നിയ നിമിഷമാണ് ഇറാഖിൽ സൗദിയും US കൂടെ സംയുക്ത ആക്രമണം നടത്തിയത്. ഇതോടുകൂടി ജോർദാനിലെ ഒരു US ബേസിൽ ഇറാൻ്റെ ആക്രമണം നടത്തിയതോടെ ആ US ബേസ് പൂർണ്ണമായിട്ട് തകർക്കപ്പെട്ടു. ആ US ബേസിൻ്റെ 1 ഇഞ്ച് പോലും വിടാണ്ട് നിന്ന് കത്തുകയായിരുന്നു. അതിശക്തമായ ആക്രമണമാണത്. അവിടെ ഹാങ്ങറിലുണ്ടായിരുന്ന മുഴുവൻ അമേരിക്കൻ പോർ വിമാനങ്ങളും കത്തി നശിച്ചു. അവിടെ ഉണ്ടായിരുന്ന ഫ്യൂവൽ ടാങ്കുകൾ കത്തി നശിച്ചു. ഫ്യൂവൽ കൊണ്ടുപോകാനുള്ള വിമാനങ്ങൾ, അതായത് ആകാശത്ത് വെച്ച് ഫില്ല് ചെയ്യാൻ സഹായിക്കുന്ന ടാങ്കർ വിമാനങ്ങൾ കത്തി നശിച്ചു.
ചുരുക്കി പറഞ്ഞാൽ അവിടുത്തെ എല്ലാ സംവിധാനം നശിച്ചു മാത്രമല്ല, അനേകം അമേരിക്കൻ പട്ടാളക്കാർ കൊല്ലപ്പെട്ടു. അമേരിക്കൻ പട്ടാളക്കാരുടെ മരണം യു എസിന് വെളിപ്പെടുത്താൻ പറ്റില്ല. വെളിപ്പെടുത്തിയാൽ അത് യു എസിൽ തന്നെ പ്രശ്നമാവും. നിരവധി ബോഡി ബാഗ്സ് അങ്ങോട്ട് പോകുന്നുണ്ട്. ശവപ്പെട്ടികൾ ഗൾഫ് മേഖലയിൽ നിന്ന് അമേരിക്കയിലേക്ക് വിമാനങ്ങളിൽ കൂടെ പറക്കുന്നു. അവിടെ ചെന്ന് ഓരോ സ്ഥലത്ത് ആചാരപരമായ ഫ്യൂണർ വഴി അത് ശവം അടക്കുന്നു. ഇതിനെക്കുറിച്ച് മീഡിയയിൽ കാര്യമായിട്ട് കൊടുക്കാത്തതുകൊണ്ട് അമേരിക്കൻ ജനതയ്ക്കിടയിൽ കാര്യമായ രോഷം പൊങ്ങുന്നില്ല. ആ രോഷം വരാതിരിക്കാൻ വേണ്ടിയാണ് വിവരങ്ങൾ കൊടുക്കാത്തത്. ഇപ്പോഴും പെൻറ്റഗണിൻ്റെ മരിച്ചുപോയ അമേരിക്കൻ പട്ടാളങ്ങളുടെ ലിസ്റ്റ് നോക്കുകയാണെങ്കിൽ കുറച്ച് പേരുടെ കാണുള്ളൂ. വല്ല 20 25 പേരുടെ ഉണ്ടാവും. ബാക്കിയുള്ളവർ വെളിപ്പെടുത്തുന്നില്ല. പക്ഷേ അനൗദ്യോഗിക കണക്കനുസരിച്ച് 1000-ന് മുകളിലായി കഴിഞ്ഞു. ഇപ്പോഴത്തെ ലേറ്റസ്റ്റ് ജോർഡാനിലുണ്ടായ ആക്രമണം അമേരിക്കയുടെ സകല ആത്മവിശ്വാസം നശിപ്പിച്ചു. കാരണം ഇതിൽ അമേരിക്കയ്ക്കുണ്ടായ യഥാർത്ഥ പ്രശ്നം എന്താണെന്ന് ചോദിച്ചാൽ, ഗൾഫ് മേഖലയുള്ള എല്ലാ അമേരിക്കൻ താവളങ്ങളിലും വെച്ചിട്ട് ഏറ്റവും പ്രൊട്ടക്റ്റഡ് ആയിരുന്നതാണ് ജോർദാനിലെ താവളം. ജോർദാനിലെ താവളത്തെ ഇറാൻ ആക്രമിക്കാൻ കഴിയുകയില്ലെന്നാണ് അമേരിക്ക വിശ്വസിച്ചിരുന്നത്. അവിടെ താടും പേട്രിയറ്റും എല്ലാ സംവിധാനം ഉണ്ടായിരുന്നു. സകല സംവിധാനങ്ങളെ കബളിപ്പിച്ച് സകല സംവിധാനങ്ങളെയും തകർത്ത് അമേരിക്കയുടെ ഒരു സൈനിക താവളം പരിപൂർണമായിട്ട് ഇറാൻ നശിപ്പിച്ചു. എന്ന് പറഞ്ഞാൽ അമേരിക്കയുടെ മുഴുവൻ സന്നാഹങ്ങളും ഉപയോഗിച്ചാലും ഇറാനൊന്നും ചെയ്യാൻ പറ്റില്ല എന്നും അവരെ നശിപ്പിക്കാൻ പറ്റുന്നില്ല എന്നും അവരുടെ ആക്രമണം തടുക്കാൻ പറ്റില്ല എന്ന് തെളിയിച്ചു. അമേരിക്കയുടെ മുന്നിൽ യഥാർത്ഥത്തിൽ വല്ല വഴിയുണ്ടോ എന്ന് ചോദിച്ചാൽ ഇനി ആണവയുദ്ധം മാത്രമേ വഴിയുള്ളൂ. ഇറാനെ തകർക്കണമെങ്കിൽ അണുബോംബ് ഇടാൻ മാത്രമേ പറ്റുള്ളൂ. പക്ഷേ അത് എളുപ്പമല്ല. അങ്ങനെ ആക്രമണം അങ്ങോട്ട് കിടന്നാൽ തിരിച്ച് റഷ്യ ചിലപ്പോൾ അവരടി കൊടുത്തു വരും. അത് ഒരു ആണവയുദ്ധമാണെങ്കിൽ ആഗോള ആണവയുദ്ധത്തിലേക്ക് പോകും. ഇത് ലോകത്തെല്ലാവരും ഭയപ്പെടുന്ന ഒരു കാര്യമാണ്. എന്നാൽ അമേരിക്കയുടെ സ്വഭാവം വെച്ചിട്ട് വേണമെങ്കിൽ ആറ്റം ബോംബ് ഇട്ടെന്ന് വരും, ഇല്ലയെന്ന് പറയാൻ പറ്റില്ല. ട്രംപ് ആകുമ്പോൾ വട്ടനാണ് താനും, എന്തും കാട്ടിക്കൂട്ടും. അതുകൊണ്ട് ഇക്കാര്യത്തിൽ നമുക്ക് വലിയ ഉറപ്പൊന്നുമില്ല. പക്ഷേ ഇപ്പോഴത്തെ സിറ്റുവേഷൻ നമ്മൾ ആണയുദ്ധത്തിൻ്റെ പോസിബിലിറ്റി മാറ്റി വെച്ച് നോക്കുകയാണെങ്കിൽ സത്യത്തിൽ അമേരിക്ക മുട്ടുമടക്കുകയാണ് ഇപ്പോൾ. കാരണം അദ്ദേഹം കഴിഞ്ഞ ദിവസം ഒരു പ്രസ്താവന നടത്തി. ഇക്കഴിഞ്ഞ ദിവസം ട്രംപിൻ്റെ ട്രൂത്ത് സോഷ്യലിൽ പോസ്റ്റ് ഉണ്ടായിരുന്നു. ഈ മിഡിൽ ഈസ്റ്റിലെ സഖ്യകക്ഷികളുടെയും ഇറാൻ്റെ അഭ്യർത്ഥന പ്രകാരം ഞാൻ തൽക്കാലം വെടി നിർത്തുകയാണ് എന്ന്. എന്തിന്? ലോക സമാധാനത്തിന് വേണ്ടി, മേഖലാ സമാധാനത്തിന് വേണ്ടി. നമുക്ക് ചർച്ചകളിലേക്ക് പോകാൻ, ചർച്ചകൾക്കുള്ള വിഷയം പരിഹരിക്കുന്നതാണ് നല്ലത്. ഇറാനെ അടിച്ച് തകർക്കാൻ എനിക്ക് ശേഷിയുണ്ടെങ്കിൽ ഞാനിപ്പോൾ ചെയ്യുന്നില്ല കേട്ടോ എന്ന്. അക്കിത്തത്തിൻ്റെ വഴിയൊരു കവിത ഓർമ്മ വന്ന, എലികളെ പറ്റി എഴുതിയ കവിത. ഇതുങ്ങളെയൊക്കെ തല്ലിക്കൊല്ലാൻ എനിക്ക് കഴിവുണ്ടെങ്കിൽ ചോര പറ്റില്ലോ എന്ന് ഓർത്തിട്ട് ഞാനത് ചെയ്യുന്നില്ലല്ലോ ദൈവമേ എന്ന് മാത്രം പറയുന്നൊരു കവിത. അപ്പം അതിനകത്ത് എലിയെ കൊല്ലാൻ ശരിയാ, അക്കിത്തന്നൊരു മനുഷ്യന് ശേഷിയുണ്ട്. പക്ഷേ ഇറാനെ തൊടാനുള്ള ശേഷി സത്യം പറഞ്ഞാൽ അമേരിക്കയ്ക്ക് ഇല്ല. അങ്ങനെയൊന്നും ഇല്ല എന്നുള്ളതാണ് വാസ്തവം. കാരണം ഇറാനെ തകർക്കണമെങ്കിൽ അമേരിക്കയുടെ മുന്നിൽ ഇനി ആണവയുദ്ധം മാത്രമേ ബാക്കിയുള്ളൂ. ബാക്കി എല്ലാ സംവിധാനവും നടത്തിയാലും ഇത്രയധികം, ഞാൻ ഇന്ന് ചോദിച്ചോട്ടെ, അടുത്ത കാലത്ത് എവിടെയെങ്കിലും ഇത്രയധികം വ്യോമാക്രമണം അമേരിക്ക ഏതെങ്കിലും രാജ്യത്തിന് മുകളിൽ നടത്തിയിട്ട് നമ്മൾ കേട്ടിട്ടുണ്ടോ? അഫ്ഗാനിസ്ഥാന് മുകളിൽ ഇത്രയും നടത്തിയിട്ടുണ്ടോ സംശയം ഒരുമിച്ച്. അവർ പലയിടത്തായിട്ട് നടത്തിയിട്ടുണ്ട്. 20 കൊല്ലം അമേരിക്ക അഫ്ഗാനിലുണ്ടായിരുന്നു. പക്ഷേ കാര്യമൊന്നും ഉണ്ടായില്ല. അവർ തോറ്റു. അവിടെ നിന്ന് തോറ്റാണ് പിന്മാറിയത്. അവസാനം ആരോട് യുദ്ധം ചെയ്തോ അവർക്ക് എൻ്റെ രാജ്യം ഏൽപ്പിച്ചിട്ട് പിന്മാറിപ്പോയി. ചെയ്താരാ? സാക്ഷാৎ ട്രംപ് തന്നെയാണ്. ട്രംപിൻ്റെ കാലത്താണ് വിട്ടുപോരുന്നത്. താലിബാനെ തന്നെ ഭരണം ഏൽപ്പിച്ചിട്ട് അവരവിടെ നിന്ന് ഇറങ്ങി. അങ്ങനെ ഭരണമാറ്റം ഉണ്ടാക്കാൻ സാധിക്കാതെ, അത് ട്രംപിന് 20 കൊല്ലം മുമ്പ് തുടങ്ങിയ യുദ്ധമെന്ന് ഓർക്കണം. അതുകൊണ്ട് ട്രംപ് ഇത് കുറ്റവാളിയല്ല, യുദ്ധം നിർത്തിപ്പോയത് മാത്രമേ ഉള്ളൂ. പക്ഷേ ട്രംപായിട്ട് തുടങ്ങി വെച്ച യുദ്ധമാണ് ഇറാനിലെ യുദ്ധം. ആ യുദ്ധം ട്രംപായിട്ട് അവസാനിപ്പിക്കുകയാണെങ്കിൽ എന്ത് ഉദ്ദേശത്തിലാണോ ഈ യുദ്ധം തുടങ്ങിയത്, 2 ഉദ്ദേശത്തിലാണ്. ഒന്ന്, ഇറാനിലെ ഭരണമാറ്റം, റെജിം ചേഞ്ച് എന്നാണ് അദ്ദേഹം പറഞ്ഞുകൊണ്ടിരുന്നത്. അത് സാധിച്ചിട്ടില്ല. അതുപോലെ ആണവ നിരായുധീകരണം, ഇറാൻ്റെ ആണവായുധങ്ങൾ പൂർണ്ണമായിട്ട് ഇല്ലാതാക്കുക, രണ്ടും നടന്നിട്ടില്ല. ഇറാൻ പറയുകയാണ് ഞങ്ങൾ വേണേൽ അത് വേറെടുത്ത് വെച്ച് കംപ്ലീറ്റ് ന്യൂട്രലൈസ് ചെയ്യാം, നിരായുധീകരിക്കാം, മറ്റു രാജ്യത്തേക്ക് വേണം, റഷ്യക്ക് ഞങ്ങൾ കൊടുക്കാം, വേണമെങ്കിൽ അന്താരാഷ്ട്ര പ്രതികളുടെ സാന്നിധ്യത്തിൽ ഇവിടെ വെച്ച് തന്നെ ഞങ്ങൾ അതിൻ്റെ സമ്പുഷ്ടീകരണം കുറയ്ക്കാം എന്നൊക്കെ പറഞ്ഞാൽ അത് കേൾക്കാൻ മാത്രമേ പറ്റുള്ളൂ. വേറൊന്നും അമേരിക്ക പറ്റില്ല. ഇറാൻ്റെ പുറത്തേക്കാണ് ആ ആണവ ശേഖരം കൊണ്ടുപോകുമെന്നാണ് അമേരിക്ക പ്രഖ്യാപിച്ചിരുന്നത്. നടക്കില്ല എന്ന് തീരുമാനമായി കഴിഞ്ഞു. അമേരിക്ക അതിന് പല ശ്രമങ്ങളും നടത്തി, നടക്കുന്നില്ല. അതായത് വ്യോമാക്രമണങ്ങൾ വഴി ഇറാനെ നശിപ്പിക്കാൻ പറ്റുന്നില്ല, മിസൈൽ ആക്രമണങ്ങൾ വഴി നശിപ്പിക്കാൻ പറ്റുന്നില്ല, കരയുദ്ധം ഒട്ടും നടക്കില്ല. അതിനുവേണ്ടി ശ്രമിച്ചാൽ അത് ആത്മഹത്യാപരമായിരിക്കും. അമേരിക്കൻ പട്ടാളം തന്നെ അതിനെതിരാണ്, സഖ്യകക്ഷികളും അതിനെതിരാണ്. അപ്പോൾ ചുരുക്കി പറഞ്ഞാൽ ഇറാൻ എന്താണ് ചെയ്തിരിക്കുന്നത്? ഇറാൻ യഥശക്തമായ തിരിച്ചടി തുടങ്ങിക്കഴിഞ്ഞു. മുൻകാലങ്ങളിൽ ഇതിനെ തിരിച്ചടി എന്ന് വിളിക്കായിരുന്നു. ഇപ്പോൾ അങ്ങനെയല്ല. പറഞ്ഞാൽ കേൾക്കില്ല, ഇവൻ്റെ വിളച്ചിലിന് അനുവദിച്ചു കൊടുക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞുള്ള ആക്രമണത്തിലേക്ക് ഇറാൻ കടന്നിരിക്കുകയാണ്. ഇതിൻ്റെ ഫലം എന്തായിരിക്കും എന്ന് ചോദിച്ചാൽ, അമേരിക്കയുടെ ഗൾഫ് മേഖലയിലുള്ള എല്ലാ സൈനിക കേന്ദ്രങ്ങളും പൂർണ്ണമായിട്ടും തകർക്കപ്പെട്ടേക്കും. ഇപ്പോൾ തന്നെ പലതും ചാമ്പലായി കഴിഞ്ഞു. അമേരിക്കൻ പട്ടാളക്കാർ സൈനിക കേന്ദ്രങ്ങളിൽ താമസിക്കുന്നില്ല. അവർ സ്റ്റാർ ഹോട്ടലിൽ റൂം എടുത്ത് വേറെയാണ് താമസിക്കുന്നത്. അതുകൊണ്ട് തന്നെ അമേരിക്കൻ പട്ടാളക്കാരെ ഇനി ഇറാൻ ലക്ഷ്യം വെച്ചാൽ അവർ ഇരിക്കുന്ന ഹോട്ടലുകൾ ഏതൊക്കെയെന്ന് കണ്ടറിഞ്ഞ് അവിടെ ആക്രമിക്കും. ഇറാൻ അതറിയാം, ഒരു ബുദ്ധിമുട്ടുമില്ല. ഒരുതപ്പെട്ട
ഗൾഫ് മേഖലയിലെ അമേരിക്കൻ പട്ടാളക്കാരുടെ മൊബൈൽ ഫോൺസ് എല്ലാം ഇറാൻ ട്രാക്ക് ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ആ ഫോണുകൾ നിങ്ങൾ ഇനി തിരിച്ച് സബ്മിറ്റ് ചെയ്യുക, ഉപയോഗിക്കേണ്ട എന്നൊരു കമാൻഡ് കൊടുത്തു എന്നാണ് അറിയുന്നത്. അതായത് ആ ഫോൺ വഴി അവരുടെ വിവരങ്ങൾ അറിയുന്നു, അവരുടെ സോഷ്യൽ മീഡിയയിലുള്ള പോസ്റ്റുകൾ വഴി ഇവരുടെ ലൊക്കേഷൻ മനസ്സിലാക്കുന്നു, അവരെന്ത് ചെയ്യുന്നു മനസ്സിലാക്കുന്നു, യുദ്ധരംഗത്താണോ പിൻവാങ്ങിയെന്ന് മനസ്സിലാക്കുന്നു. ഇറാൻ കംപ്ലീറ്റ് അവരെ ട്രാക്ക് ചെയ്യാണ്. ഓരോരോ യൂണിറ്റിൽ എന്ന് വെച്ചാൽ ഓരോ പട്ടാളക്കാരൻ ട്രാക്ക് ചെയ്യേണ്ട ആവശ്യമില്ല. ഓരോ യൂണിറ്റിൽ ഏതാനും പേരെ ട്രാക്ക് ചെയ്താൽ മതിയല്ലോ ആ യൂണിറ്റ് എന്താ ചെയ്യുന്നതെന്ന് അറിയാനായിട്ട്. ഇങ്ങനത്തെ ഒരു രീതിയിൽ അവർ ഇറാൻ ഇവരെ മുഴുവൻ ട്രാക്ക് ചെയ്യാമെന്ന് പെൻറ്റഗൺ മുന്നറിയിപ്പ് കൊടുത്തു കഴിഞ്ഞു. ചുരുക്കി പറഞ്ഞാൽ അമേരിക്കയുടെ സ്വന്തം പട്ടാളക്കാർ ഉപയോഗിക്കുന്ന സാങ്കേതിക സംവിധാനങ്ങൾ ആയിട്ടുള്ള സോഷ്യൽ മീഡിയ, ഫോൺ ഉൾപ്പെടെയുള്ള കാര്യങ്ങളെ ട്രാക്ക് ചെയ്തുകൊണ്ട് അവർ ചാരവൃത്തി നടത്തി കാര്യങ്ങൾ മനസ്സിലാക്കുന്നു. ഇത് മാത്രമല്ല, ഹാക്ക് ചെയ്യുന്നുമുണ്ട്. അത് മറ്റൊരു കാര്യമാണ്. പണ്ട് തന്നെ സത്യം പറഞ്ഞാൽ ഇറാൻ എത്രയോ കാലം മുമ്പ്, ഇപ്പോഴൊന്നുമല്ല, 10-20 കൊല്ലം മുമ്പ് അഫ്ഗാനിസ്ഥാനിൽ നിന്ന് ഇറാൻ മേഖലയ്ക്ക് പറന്നു വന്ന ഒരു ചാര ഡ്രോണിനെ സത്യം പറഞ്ഞാൽ GPS സ്പൂഫിംഗ് വഴി അതിനെ കബളിപ്പിച്ച് ഇറാനിൽ ലാൻഡ് ചെയ്യിച്ചിട്ടുണ്ട്. അതായത് നമ്മൾ വിചാരിക്കുന്നത് ഇപ്പം അമേരിക്ക അല്ല റഷ്യയോ ചൈനയോ സാങ്കേതികത കൊടുത്തിട്ടാണ് ഇറാൻ ഇങ്ങനെ കളിക്കുന്നതെന്നാണ്. ഒരിക്കലുമല്ല. ഇറാൻ്റെ കയ്യിൽ പല വിദ്യകളും പണ്ടേ ഉണ്ട്. GPS വഴി കബളിപ്പിക്കുക, GPS സ്പൂഫിംഗ് വഴി കബളിപ്പിക്കുക എന്ന് പറഞ്ഞാൽ ഒരു ഡ്രോണിന് തോന്നുകയാണ് അതിന് ലാൻഡ് ചെയ്യാൻ, അതായത് ഡ്രോൺ ചാരപ്രവർത്തനമായിട്ട് പറന്ന് നടക്കുന്നു. കുറേ കഴിയുമ്പോൾ അതിനെ നിയന്ത്രിക്കുന്ന അമേരിക്കൻ പട്ടാളക്കാർ, അഫ്ഗാനിസ്ഥാൻ ഇരിക്കുന്ന ആൾ ഒരു ബട്ടൺ ക്ലിക്ക് ചെയ്യും, അതായത് ഗോ ആൻഡ് ലാൻഡ്. അതിന് മുന്നേ കൂട്ടി അതിനെ അറിയിച്ചേക്കേണ്ട സ്ഥലമുണ്ട്, ഇന്നിടത്താണ് ലാൻഡ് ചെയ്യേണ്ടത്. അപ്പോൾ GPS വഴി അവർ ആ സ്ഥലം അതിനറിയാലോ എവിടെ നിന്ന് വന്നു, അങ്ങോട്ട് പോകുന്നു. പക്ഷേ പറന്നു നടക്കുന്ന ഡ്രോണിൻ്റെ മുന്നിൽ അതിനെ കബളിപ്പിക്കുന്ന ഒരു പ്രോഗ്രാമിങ്ങുമായിട്ടാണ് ഇറാൻ്റെ ചാരസംഘടന വന്നിരിക്കുന്നത്. അതുവഴി ഇവൻ ഇറങ്ങേണ്ട സ്ഥലം എവിടെയാണെന്നുള്ളത് തെറ്റിദ്ധരിച്ച് ഇറാനിൽ പോയി ഇറങ്ങും. ഇങ്ങനെ ഇറക്കിയിട്ടുണ്ട്. അങ്ങനെ ഡ്രോൺ ഇറാൻ പണ്ട് പിടിച്ചെടുത്തിട്ടുണ്ട്. റിവേഴ്സ് എഞ്ചിനീയറിംഗ് വഴി അവരതിൻ്റെ സാങ്കേതികത പഠിച്ചിട്ടുമുണ്ട്. ഇത്രയും കാര്യങ്ങൾ ഇറാൻ ഏതാണ്ട് 20 വർഷം ചെയ്തിട്ടുണ്ട്. ആ ഇറാൻ്റെ മുന്നിൽ ഇവർക്കൊന്നും ഇങ്ങനൊന്നും വിജയിക്കാൻ പറ്റത്തില്ല. അപ്പം ചുരുക്കി പറഞ്ഞാൽ ഇറാൻ സാങ്കേതികമായിട്ട് ഏറെ മുന്നിലാണ്. അമേരിക്കയൊക്കെ വിചാരിക്കുന്നത് ഇവരൊന്നും അല്ലാന്ന്. പക്ഷേ അവർ തന്നെ പല വിദ്യകളും പണ്ട് തന്നെ ചെയ്തെടുത്തിട്ടുണ്ട്. കാരണം അവരുടെ സയൻറ്റിസ്റ്റുകൾ മികച്ചവരാണ്. ഇതാണ് അതിന് കാരണം. ഇതൊക്കെ പ്രതിരോധത്തിൻ്റെ ഭാഗമാണെങ്കിൽ ഇറാൻ ആക്രമണത്തിൻ്റെ ഭാഷ ഇപ്പോൾ കയ്യിലെടുത്തിരിക്കുന്നു. ആക്രമണം തുടങ്ങിയിരിക്കുന്നു. ചെറിയ ആക്രമണമൊന്നുമല്ല ജോർഡാനിലുണ്ടായത്. മാത്രമല്ല, ഈജിപ്തിലേക്ക് നടത്തിയ ആക്രമണം എന്ന് വെച്ചാൽ അതൊരു കടന്നാക്രമണമാണ്. ഈജിപ്തിലൊന്നിനും കക്ഷിയല്ല. പക്ഷേ അമേരിക്കൻ താവളം അവിടെയുണ്ടോ, ഞങ്ങൾ ആക്രമിക്കാമെന്ന് പറയണത്. ചുരുക്കി പറഞ്ഞാൽ യൂറോപ്യൻ മേഖലയുടെ താവളങ്ങളിലേക്ക് ആക്രമിക്കാൻ ഇറാന് താല്പര്യമില്ല. കാരണം യൂറോപ്യൻ യുദ്ധത്തിലേക്ക് വലിച്ചഴിച്ചാൽ അത് മൊത്തം ഗതി മാറും. അത്രയും ഇറാൻ്റെ താല്പര്യമില്ല. മറ്റൊരു വാർ ഫ്രണ്ടും കൂടി ഇറാന് നേരിടേണ്ടി വരും. തൽക്കാലം ഇസ്രായേലും അമേരിക്കയുടെയും വാർ ഫ്രണ്ട്, ആക്രമണം ഉണ്ടാകുന്ന ഇസ്രായേലിൽ കടലിൽ കിടക്കുന്ന കപ്പലുകളിൽ നിന്നും ഗൾഫ് രാജ്യങ്ങളിൽ നിന്നാണ് വരുന്നത്. അതിനെ മാത്രം നിർത്താമെന്നാണ് ഇറാൻ വെച്ചേക്കുന്നത്. അപ്പോൾ അതോടുകൂടി അതിശക്തമായ ആക്രമണം ആ മേഖലകളിലേക്ക് ഇറാൻ അഴിച്ചുവിട്ട് തുടങ്ങി. ഇതിങ്ങനെ മുന്നോട്ട് പോയാൽ ഗൾഫ് രാജ്യങ്ങളുടെ വിശ്വാസം മുഴുവൻ അമേരിക്ക നഷ്ടപ്പെടും. ഒരു തരത്തിലും ഒരു ഗൾഫ് രാജ്യം അമേരിക്ക വിശ്വസിക്കത്തില്ല. മാത്രമല്ല, അമേരിക്ക ഇപ്പോൾ ഈയിടെ ആക്രമിച്ചത് ഇറാൻ്റെ ബേസിക് ആയിട്ടുള്ള ഇൻഫ്രാസ്ട്രക്ചറിനെയാണ്, അടിസ്ഥാന സൗകര്യങ്ങളെ. തിരിച്ച് ഇതേപോലെ അടിസ്ഥാന സൗകര്യങ്ങളെയും കൂടെ ഇറാൻ ആക്രമിച്ചാൽ ഗൾഫ് രാജ്യത്ത് ഒരുത്തിനും ജീവിക്കാൻ പറ്റില്ല. നമ്മുടെ ഒപ്പമുള്ള ബന്ധുക്കളായിട്ടുള്ള മലയാളികൾക്ക് പോലും ജീവിക്കാൻ പറ്റില്ല. അതിന് കാരണം എന്നാ വെച്ചാൽ, നമുക്കിവിടെ വീട്ടിൽ നിന്ന് കിണറ്റിൽ നിന്ന് വെള്ളം കോരാം, അവിടെ നിന്ന് പറ്റില്ല. അവിടെ കടൽ വെള്ളം ശുദ്ധീകരിച്ച് വേണം ഓരോ വീട്ടിലും ഓരോ ഫ്ലാറ്റിലും കെട്ടാൻ. അമേരിക്കൻ സൈനിക ക്യാമ്പിലേക്കാണെങ്കിൽ അങ്ങനെ തന്നെയാണ്. ശുദ്ധീകരിക്കുന്ന 2 പ്ലാന്റ് അടിച്ചു കളഞ്ഞാൽ ഒരു രാജ്യം മുഴുവൻ നിശ്ചലമായി പോകും. അതുപോലെ തന്നെ വൈദ്യുതി ഉൽപ്പാദിപ്പിക്കുന്ന കേന്ദ്രങ്ങൾ, അങ്ങനത്തെ സ്ഥലങ്ങൾ അടിച്ചു കളഞ്ഞാൽ വൈദ്യുതോൽപാദന കേന്ദ്രങ്ങളെയും ജലോൽപാദന കേന്ദ്രങ്ങളെയും നശിപ്പിച്ചു കഴിഞ്ഞാൽ പിന്നെ അവിടെ ജീവിക്കാൻ പറ്റില്ല. അവിടുത്തെ ചൂടിൽ AC ഇല്ലാണ്ട് ജീവിക്കാൻ പറ്റുമോ? വെള്ളമില്ലാണ്ട് ജീവിക്കാൻ പറ്റുമോ? ചുരുക്കത്തിൽ വെള്ളവും കറണ്ടും ഇല്ലെങ്കിൽ ഗൾഫിലെ സ്ഥിതി ഒന്ന് ആലോചിച്ച് നോക്കി. അമേരിക്കൻ പട്ടാളക്കാരൻ ആദ്യം അവിടെ നിന്ന് ഓടും. കാരണം അവനെ കൊണ്ട് അവിടെ ജീവിക്കാൻ ഒട്ടും പറ്റില്ല. ആദ്യം കിട്ടുന്ന വിമാനത്തിൽ അവൻ അവിടെ നിന്ന് സ്ഥലം വിടും. എന്ന് പറഞ്ഞാൽ ഇറാനിൽ അമേരിക്കൻ പട്ടാളക്കാർക്ക് നിൽക്കാൻ വയ്യാത്തൊരു സിറ്റുവേഷൻ അവരുണ്ടാക്കും. ഇതിന് പുറമെയാണ് അമേരിക്കൻ പട്ടാളക്കാർ താമസിക്കുന്ന ഹോട്ടലുകൾക്ക് നേരെ ആക്രമണം വരാനുള്ള സാധ്യത. ഇറാൻ അങ്ങോട്ടുള്ള ആക്രമണം തുടങ്ങിയെന്ന് വെച്ചാൽ ഏറ്റവും അവസാനം മാത്രമേ ഗൾഫിലെ ബേസിക് ഇൻഫ്രാസ്ട്രക്ചറിനെ ഇറാൻ ആക്രമിക്കൂ. കാരണം സാധാരണ ജനങ്ങളെ ഓർത്ത് അവരുടെ അടിസ്ഥാന സൗകര്യങ്ങൾ ആക്രമിക്കുന്നത് അവസാനം ആക്രമിക്കുകയുള്ളൂ. പക്ഷേ അമേരിക്കൻ പട്ടാളക്കാർ ഇരിക്കുന്ന ഹോട്ടലുകളെ ആക്രമിക്കാൻ തുടങ്ങിയാൽ ആയിരങ്ങൾ കൊല്ലപ്പെടും. ആ ഹോട്ടലിൽ താമസിക്കുന്നവരും മാത്രമല്ല അമേരിക്കൻ പട്ടാളക്കാരും കൊല്ലപ്പെടും. ഏറ്റവും ചുരുക്കി പറഞ്ഞാൽ അമേരിക്കൻ പട്ടാളക്കാർക്ക് അവിടുന്ന് ഓടേണ്ടി വരും. ഗൾഫ് മേഖല എവിടെ നിൽക്കാൻ പറ്റില്ല. ജോർഡാനിൽ നിൽക്കാൻ പറ്റില്ല, UAE പറ്റില്ല, ബഹ്റിന് പറ്റില്ല, സൗദി പറ്റില്ല, ഒമാന് പറ്റില്ല, ഇസ്രായേലിലും പറ്റില്ല. ഇസ്രായേലിന് നേരെ ഇതിലും വലിയ ആക്രമണം ഇതിന് പുറകെ ഉണ്ടാവും. അമേരിക്കയുടെ കാര്യം തീരുമാനമായി കഴിഞ്ഞാൽ പിന്നെ വരാൻ പോകുന്നത് ഇസ്രായേലിന് നേരെയുള്ള ആക്രമണമാണ്. പച്ചയ്ക്ക് മലയാളത്തിൽ പറയാം, ഇസ്രായേൽ തീരും. അതുപോലത്തെ ആക്രമണം ഇറാൻ ആക്രമിക്കും. ഇതിലേക്കാണ് വന്നുകൊണ്ടിരിക്കുന്നത്. അതായത് ഇറാൻ ഇപ്പോൾ ചിന്തിക്കുന്നത് ലോകയുദ്ധമൊക്കെ വരട്ടെ, അതിനു മുമ്പ് ഇവൻ്റെ കാര്യവും തീർക്കാമെന്നായിരിക്കും വെച്ചേക്കുന്നത്. അതുകൊണ്ടാണ് ഉക്രൈനെ ആക്രമിക്കാത്തത്. ഉക്രൈൻ യൂറോപ്പിനെ യുദ്ധത്തിൽ പങ്കെടുപ്പിക്കാൻ വേണ്ടി ഉക്രൈൻ ആക്രമിച്ചു കഴിഞ്ഞു. ഉക്രൈനെ ആക്രമിക്കാതെ ഇറാൻ വിടുന്നത് ഇസ്രായേലിനെ തന്നെ ലക്ഷ്യം വയ്ക്കാനാണ്.
ഇങ്ങനത്തെ ഒരു ആക്രമണമാണെങ്കിൽ ഒന്നും പറയാനില്ല, അമേരിക്കയുടെയും ഇസ്രായേലിൻ്റെയും അവസാനമാണ്. എന്ന് വെച്ചാൽ ഗൾഫിലെ അമേരിക്കൻ കേന്ദ്രങ്ങളുടെ നാശമാണ്, ഇസ്രായേലിൻ്റെ തന്നെ നിലനിൽപ്പിന് ഭീഷണിയാണ്. അമേരിക്കയ്ക്ക് മുട്ടുമടക്കാതെ വേറെ വഴിയില്ല. ഇതാണ് ഇപ്പോഴത്തെ ഗൾഫ് യുദ്ധം കാണിച്ചു തരുന്നത്.